എൻ്റെ പേര് ശിവാനി. എൻ്റെ വീട്ടിൽ കുറേ ആനകളുണ്ട്. എൻ്റെ അച്ചാച്ചന് ആനകളെ നല്ല ഇഷ്ടമാണ്. നമുക്ക് എൻ്റെ അച്ചാച്ചനെ ആനകളെയും കണ്ടാലോ? അച്ചാച്ചനെ കാണാൻ രണ്ട് അങ്കിൾമാർ വന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. വിശേഷം? നല്ല വിശേഷം തന്നെ. പൂരായി 19 ഞങ്ങൾ ഈ വഴി കൂടെ പോകുമ്പോ ശിവാനി ഇവിടെ റോഡിൽ നിന്ന് ആൾക്കാരുടെ സുഹൃത്തുക്കളുടെ അടുത്ത് കൂട്ടുകാരുടെ അടുത്ത് പറയണ്ടായിരുന്നു എന്റെ വീട്ടില് കുറെ ആനയുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ ആനയൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇതിപ്പോ എല്ലാം പഴയ ആനകളാ? ഇത് 4 ആനകള് പഴയ ആനകളാ. നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. പറയാണ്ടാവും. വിസ്തരിച്ചു പറയാം. എന്തോരം ആനകളാണ് വീട്ടില്, കൊറേ ഉണ്ടല്ലോ. ഇതിനൊക്കെ പേരറിയോ? അത് മോശം. ആനകളെ ഇഷ്ടാണോ? അടിപൊളി. പൂരത്തിന് പോയിണ്ടോ? എത്ര ആനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്? ഇതിപ്പോ പാറമേക്കാവില് ചെരിഞ്ഞ വീട്ടില് 9 ആനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 9 ആനയും നമ്മുടെ പൂരത്തിൽ ഇത് 9 ആനയും തൃശ്ശൂർ പൂരത്തിന്റെ പാറമേക്കാവിന് കോലം വെക്കുന്ന ആളുകൾ, സ്ഥിരമായിട്ട് കോലം വെക്കുന്ന ആനകളായിരുന്നു. പാറമേക്കാവ് മാത്രം ഉണ്ടാക്കി? അതുകാരം പാറമേന്റെ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് ഇതില് ഇപ്പൊ ഞങ്ങളുടെ തലമുറയ്ക്ക് പരമേശ്വരൻ പത്മനാഭനൊക്കെ ഞങ്ങൾക്ക് പക്ഷേ പരിചയമില്ല. എനിക്കിപ്പോ 64 വയസ്സായി. അപ്പൊ ഞാൻ എനിക്കൊരു 8 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ള അച്ഛന്റെ കൂടെ പൂരം കാണാനൊക്കെ പോകുമ്പോഴും അച്ഛൻ പറഞ്ഞു തന്നുള്ള പേരാണ് ഈ ആനകളുടെ പേര്. ചേട്ടൻ പറയുന്നതനുസരിച്ച് ആ ഫോട്ടോസ്, ആനകളുടെ ഫോട്ടോ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഈ പാറമേക്കാവിന്റെ ആനകൾ മാത്രം ഉണ്ടാക്കാൻ കാരണം? അല്ലാതെ നമ്മൾ തിരുവമ്പാടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് 10-13 ആനയുണ്ട്. അപ്പൊ അത് തൃശ്ശൂരായിട്ട് കഴിയില്ല. അപ്പൊ ഇത് മാത്രം എടുത്ത് ചെയ്തു. ഇനിയിപ്പോ ശങ്കരകുളത്തെ ആനകൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്, കുട്ടംകുളത്തെ ആനകൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മനസ്സിൽ ആനകൾ ഒരുപാടുണ്ട്. പക്ഷെ എല്ലാവരും ഉണ്ടാക്കാൻ നമ്മള് ഒരാള് മാത്രമല്ലേ ഉള്ളൂ. എന്താ ശരിക്കും ഈ ജോലി? വിശ്വകർമ്മക്കളാ. പണിയില്ലാത്ത സമയത്ത് നമ്മളിത് ചെയ്യും. 9 ആനയും നമ്മൾ തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുപോകും. ഈ 9 ആനയും തൃശ്ശൂർ പൂരത്തിന് ഇവിടെ ചമയത്തിനോടെ ഫ്രണ്ടിൽ വെക്കുക. പാറമേക്കാവിന്റെ വിഷലൊക്കെ എടുത്തോണ്ടിരിക്കണം. സുജി പട്ടാമ്പി എന്ന പേര്. പുള്ളി മറ്റേ ഞങ്ങള് പുള്ളിനെ കളിയാക്കണത് ദൂരത്തുനിന്ന് ഒരു ആനയെ കണ്ടത് ഏതാനെന്ന് പറയുന്നത്. ഈ ഷൂട്ടിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഈ ആനകളെ മുഴുവൻ കണ്ടപ്പോ കണ്ടില്ലേ? ആനനെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവുള്ളൂ. ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്താ? ശരി, എനിക്ക് എപ്പോഴും ഇങ്ങനെ വരുന്നത് ഈ ആനേനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആനയില് പുലിയില് സിംബയില് എപ്പോഴും വരുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. വെറുതെ ഇരിക്കുന്ന പണിയില്ല. എങ്ങനെയുള്ള സമയം കിട്ടുന്നത്? അതിപ്പോ ഞാൻ കാലത്ത് കഴിച്ച് കഴിഞ്ഞാൽ എന്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാലത്ത് 9 മണി മുതൽ ഇരിക്കും, 11 മണി വരെ ഇരിക്കും രാത്രി. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അകത്ത് വന്നിട്ട് ചെയ്യാവുന്ന പണികൾ അകത്തിരുന്നിട്ട് ചെയ്യും. ഇതെന്തിനാ പ്ലാസ്റ്റർ? ഇത് കംപ്ലീറ്റ് പീസ് മരങ്ങളാണ്. മരങ്ങളാണ്. ആ മരങ്ങൾ കൂട്ടി അടിച്ചതിന് ശേഷം ഫെവിക്കോളില് തേച്ചിട്ട് അറക്കപ്പൊടി ഫെവിക്കോൾ കൊണ്ട് ഫില്ല് ചെയ്യണം. ഇതിപ്പോ എത്ര സമയം എടുക്കും? ഇതിപ്പോ ഒരു ആനയുടെ ഒരു കഷ്ടി 1 മാസം പിടിക്കും. ഇതിലിപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ആന ഇതിൽ ചേനാഥാണ്. എന്താ കാരണം? അവന് പ്രത്യേക ഒരു ഭംഗിയാണ്. കുട്ടിയിൽ കണ്ടുള്ളതാ. പിന്നെ ഇപ്പൊ ഈ ചേലൂര് നമ്മുടെ ശിവസുന്ദരന്റെ മാതിരി ആനയാ ചേലൂര്. പിന്നെ ഇവനാണെങ്കിൽ ഏറ്റവും കൊമ്പ് വണ്ണുള്ള ആനയാണ് അവണപ്പറമ്പ്. പെരുമ്പാവൂര് ഭക്ഷണ തലെടുപ്പ് കൂടുതലുള്ള ആനയാണ്. എല്ലാ ആനകളും ഭംഗിയുള്ളവർ തന്നെയാണ്. ആരെയും കുറ്റം പറയാൻ പറ്റിയ ആനകളല്ലേ. പിന്നെ പരമേശ്വരൻ മോശമാണോ? പത്മനാഭൻ ഗംഭീര സാധനമാണ്. ഇതിപ്പോ പറഞ്ഞിപ്പോ നമ്മളെ ഗുരുവായൂർ ആനക്കോട്ടയിലോ മറ്റേ തിരുവമ്പാടിയുടെയോ പാറമേക്കാവിന്റെയോ മറ്റേ ആനത്താവളത്തിലോ പോയൊരു അവസ്ഥയായി. ഏതായാലും വലിയൊരു ആനപ്രേമികളുടെ കുടുംബം തന്നെയാണ് ഈ രാജേട്ടന്റെ കുടുംബം. ഈ കൊച്ചുകുട്ടിയായിട്ടുള്ള ശിവാനി തൊട്ട് രാജേട്ടൻ വരെ ഇവിടെ എല്ലാവരും ആനപ്രേമികളാണ്. അതിൽ പല ആൾക്കാരും ആന ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വീട്ടിലംഗങ്ങള്. ഏതായാലും തൃശ്ശൂർ പൂരം വരെയാണ്. പാറമേക്കാവിന്റെ ആനച്ചമയത്തിൽ വന്നാൽ പ്രേക്ഷകർ ഈ ആനകളെ കാണാൻ മറക്കരുത്. ഏതായാലും ശിവാനിക്കും രാജേട്ടനും ആനപ്രേമിയായിട്ടുള്ള സുജി പട്ടാമ്പിക്കുമൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. KB ശ്രീധരൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീധരൻ. ഏതായാലും പൂരം കണക്കാക്കിയൊക്കെ വന്നതായിരിക്കും അല്ലേ? ഈ ആനകളെയും ആനപ്രേമികളെയും നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്നല്ല. അതിന് പൂരമായാലും അല്ലെങ്കിലും. അപ്പം അതുകൊണ്ട് ഈ ആനപ്രേമിയെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ കുറച്ച് സമയമുണ്ടല്ലോ. മാത്രമല്ല ആ ശില്പങ്ങൾ നേരിട്ട് കാണുന്നതാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നുന്നു. ആ നേരിട്ട് ശില്പങ്ങളെയും ആ ശില്പം ഉണ്ടാക്കിയ ശില്പിയെയും കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കൂ ശ്രീധരൻ. ഈ തൃശ്ശൂർക്കാരായ തൃശ്ശൂർ പൂരം കണക്കാക്കി വന്നില്ലെങ്കിൽ പിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഞാൻ കാലേക്കൂട്ടി തന്നെ ഇങ്ങോട്ട് ഏതായാലും എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന് ഇനിയിപ്പോൾ 2-3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിലാണ് ആ വിചാരിതമായിട്ട് ഈ രാജേട്ടനെ കുറിച്ച് കേൾക്കുന്നതും നമ്മൾ ഈ ആന ശില്പങ്ങൾ എടുക്കാൻ പോകുന്നതും. വല്ലാത്തൊരു ഫിനിഷിംഗ് ആണ്. നമ്മൾ ഈ സാധാരണ ഇപ്പോൾ ഈ ആനയുടെ പ്രതിമകളൊക്കെ കാണുമ്പോൾ അത് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊക്കെ നിർമ്മിച്ചതായിരിക്കും. ഇത് അങ്ങനെയല്ല.
ഇത് മരത്തിലാണ് പൂർണ്ണമായിട്ട് നിർമ്മിച്ചത്. മരം ഇങ്ങനെ വളരെ പല പല പീസാക്കി അതിങ്ങനെ മോൾഡ് ചെയ്തൊക്കെയാണ് ഈ ആനേനെയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് അറിയും, മറ്റു നാട്ടുകാർക്ക് അറിഞ്ഞോളുന്നില്ല. ഈ പഴയ കാലത്തെ ആനകൾ പലതുമുണ്ട്, അതിൻ്റെ ഒന്നും ഫോട്ടോകൾ ഒന്നുമില്ല. പക്ഷേ അതെല്ലാം മനസ്സിൽ നിന്ന് കണ്ടെടുത്ത് മനസ്സിൽ ഉള്ള രൂപം അത് ഇങ്ങനെ മരത്തിലേക്ക് കൊത്തിയെടുത്താണ് ഈ രാജൻ എന്ന് പറയുന്ന ഈ ഒരു ശില്പി ഈ ആനകളെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പാറമേക്കാവിൻ്റെ പൂരം പ്രദർശനത്തിൽ, ചമയ പ്രദർശനത്തിന് മുമ്പിൽ തലയെടുപ്പോട് കൂടി തന്നെ ഇപ്പം ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ, ഒരു ആദരവെന്ന രീതിയിൽ ഈ കൊമ്പന്മാരെ എല്ലാം തന്നെ പ്രദർശിപ്പിക്കുന്നുമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ഇടക്കാലത്ത് അത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും നമുക്ക് ആ കൊച്ചുകുട്ടിക്ക് പോലും ആനകളോട് വല്ലാത്തൊരു ഇഷ്ടം അവിടെയുണ്ട്. ആ വീട്ടിലുള്ള എല്ലാവർക്കും. ഇതിനും താഴെ ഒരു 3 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് പോലും ഈ ആനകൾ എന്ന് വെച്ചാൽ ജീവനാണ്. ആ കുട്ടി, ഈ രാജൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട്, ഈ ആനകളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെയിൻറ് ചെയ്യാനൊക്കെ ആ കുട്ടിയൊക്കെ ചാടി ഓടി വളരെ ഉത്സാഹത്തോടു കൂടിയൊക്കെ വരുന്ന ഒരു കാഴ്ച അവിടെ കാണാറുണ്ട്. ഈ പാറമേക്കാവിൻ്റെ മാത്രമല്ല, കേരളത്തിലെ പല കൊമ്പന്മാരെയും ഇദ്ദേഹം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും തൃശ്ശൂർ പൂരം വരികയാണ്, പൂരക്കാലമായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ആനക്കാര്യം ഒട്ടും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതുപോലെ ഒരു കാര്യം, എല്ലാവർക്കും ആനകൾ എന്നാൽ എല്ലാ ആനകളും ഒരുപോലെ കറുത്ത ഒരു വലിയ രൂപം മാത്രമായിരിക്കും. പക്ഷെ ഈ ആനപ്രേമികൾ എത്ര പെട്ടെന്നാണ്, നമ്മുടെ സുജി പട്ടാമ്പിയുടെ കാര്യവും പറഞ്ഞില്ലേ, എത്ര വേഗത്തിലാണ് ഇവർ ഈ ആനകളുടെ രൂപഭാവങ്ങളൊക്കെ തിരിച്ചറിയുന്നത്, ഏത് പേരുകാരനാണ് ഏത് നാട്ടുകാരനാണെന്ന് വരെ തിരിച്ചറിയുന്നത് എന്ന് എപ്പോഴും എനിക്ക് കൗതുകം തോന്നിയിട്ടുണ്ട്. ശ്രീധരന് തോന്നിയിട്ടുണ്ടോ ആ കൗതുകം? തീർച്ചയായിട്ടും ഒരു തൃശ്ശൂർക്കാരെന്ന നിലയിൽ എനിക്കും ഏതാണ്ട് നമ്മൾ കണ്ട് പരിചയിച്ച ആനകൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. നേരത്തെ ഞാൻ സുജി പട്ടാമ്പിയുടെ കാര്യം വെറുതെ പറഞ്ഞല്ല. സുജി പട്ടാമ്പി എന്നുള്ളത് നമ്മുടെ ക്യാമറമാൻ വല്ലാത്ത ആനപ്രേമിയാണ്. ഏത് ആന എവിടെയുണ്ടെങ്കിലും ഇപ്പോൾ ഓരോ ആനയ്ക്കും ഓരോ ലക്ഷണമുണ്ട്. ഇപ്പോൾ നമ്മുടെ മനുഷ്യരെ നോക്കിയാൽ തന്നെ ഒരേ ഛായയുള്ള പല ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട്, അവരെയൊക്കെ നമ്മൾ തിരിച്ചറിയാറുണ്ട്. ഏതായാലും ഈ ഓരോ ആനകൾക്കും ഓരോ ലക്ഷണങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ ആനകളെ ആളുകൾ തിരിച്ചറിയുന്നത്. വിരിഞ്ഞ മസ്തകം, മുറം പോലുള്ള ആ ചെവിയുടെ ഇത്, അതുപോലെ തന്നെ കാൽവിരലിലെ നഖങ്ങൾ, ഈ വീണ് കിടക്കുന്ന തുമ്പിയുടെ ഒരു ഷേപ്പ്, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ആനപ്രേമികൾ ആനകളെ തിരിച്ചറിയുന്നത്. ഈ ഗജരാജ ലക്ഷണങ്ങൾ ഏതായാലും ഇത്തവണത്തെ പൂരം നമ്മുടെ KV ശ്രീധരന്റെ സാന്നിധ്യം കൊണ്ടും രാജൻ ചേട്ടനും ഒപ്പമുള്ള തടിയിലെ ആനകളുടെ സാന്നിധ്യം കൊണ്ടും ഗംഭീരമായിരിക്കുമെന്ന് വിചാരിക്കാം.